നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കേറിയ ഒരു നഗരത്തിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ സാറ എന്ന യുവതി ജീവിച്ചിരുന്നു. അവൾക്ക് വിജയകരമായ ഒരു കരിയറും സ്നേഹമുള്ള ഒരു കുടുംബവും വളരെ നല്ല സുഹൃദ് വലയവും ഉണ്ടായിരുന്നപ്പോഴും അവളുടെ മനസ്സ് എപ്പോഴും ആത്മവിശ്വാസക്കുറവിലും സ്വയം സംശയത്തിലും വലഞ്ഞു. കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ അവൾ വീണ്ടും വീണ്ടും ഓർക്കും. ഓരോന്നും അവൾക്ക് ആത്മാവിൽ കെട്ടിയ കല്ലുപോലെ തോന്നി. ഒരു ദിവസം വരാനിരിക്കുന്ന ഒരു പ്രസന്റേഷനെ കുറിച്ചുള്ള വേവലാതി നിറഞ്ഞ ഉറക്കമില്ലാത്ത ഒരു രാത്രിക്ക് ശേഷം തനിക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് സാറ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിരിക്കുമ്പോൾ NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ കുറിച്ച് അവൾ കേട്ടു. ആ വർക്ക്ഷോപ്പ് ഉടൻ തന്നെ ഉണ്ടാകും. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതിനാൽ അതിന് ചേരാൻ തന്നെ അവൾ തീരുമാനിച്ചു. ശാന്തനായ, വളരെ ആത്മവിശ്വാസമുള്ള ഒരു NLP പരിശീലകനായ മാർക്ക് ആയിരുന്നു ആ ശില്പശാല നയിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംഭാഷണം തന്നെ സാറയെ സ്പർശിച്ചു. നിങ്ങൾ സ്വയം ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ രൂപവൽക്കരിക്കുന്നു. ന്യൂറോളജിക്കൽ പ്രക്രിയകൾ, ഭാഷ, പെരുമാറ്റ രീതികൾ എന്നിവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിനാണ് NLP എന്ന് അദ്ദേഹം വിശദീകരിച്ചു. മാർക്കിന്റെ വാക്കുകൾ വളരെ ലളിതമായിരുന്നുവെങ്കിലും സാറയെ അത് ഒരുപാട് സ്വാധീനിച്ചു. അടുത്ത ഏതാനും ആഴ്ചകളിൽ ഒരു പ്രധാന NLP സാങ്കേതിക വിദ്യയായ റീഫ്രെയിമിങ്ങിനെ കുറിച്ച് സാറ പഠിച്ചു. ഒരു പ്രശ്നത്തിന്റെ ആഘാതം മാറ്റുന്നതിനായി അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റുന്നത് റീഫ്രെയിമിങ്ങിൽ ഉൾപ്പെടുന്നു. നിഷേധാത്മക ചിന്തകളെ ശാസ്ത്രീകരിക്കുന്നതിലേക്ക് റീഫ്രെയിം ചെയ്യാൻ മാർക്ക് ആ ഗ്രൂപ്പിനെ വ്യായാമങ്ങളിലൂടെ നയിച്ചു. ഞാൻ എപ്പോഴും കുഴപ്പത്തിലാണ് എന്ന് സാറ ചിന്തിച്ചപ്പോൾ, ഞാൻ പഠിക്കുകയാണ്, ഓരോ അനുഭവവും ഒരു ചുവടുവയ്പ്പാണ് എന്ന് പരിഗണിക്കാൻ മാർക്ക് അവളോട് ആവശ്യപ്പെട്ടു. ചെറിയൊരു ഷിഫ്റ്റ് ആണെങ്കിലും തന്റെ മനസ്സിന്റെ വാതിൽ തുറക്കുന്നത് പോലെ സാറയ്ക്ക് തോന്നി. പോസിറ്റീവ് വൈകാരിക അവസ്ഥകൾ ഉണർത്താൻ സെൻസറി ട്രിഗറുകൾ ഉപയോഗിക്കുന്ന ആങ്കറിംഗ് എന്ന ഗ്രൂപ്പ് വ്യായാമത്തിലൂടെയായിരുന്നു സാറയുടെ മുന്നേറ്റം. എല്ലാവർക്കും ആത്മവിശ്വാസം തോന്നിയ ഒരു സമയത്തെക്കുറിച്ച് ഓർക്കാൻ മാർക്ക് ആവശ്യപ്പെട്ടു. സ്കൂൾ മത്സരത്തിൽ വിജയിച്ച ഒരു ദിവസം സാറ കണ്ണടച്ചോർത്തു. അന്ന് അവളുടെ മുടിയിഴകളിൽ അടിച്ച ആ മനോഹരമായ കാറ്റ്, ഫിനിഷിംഗ് ലൈൻ കടക്കുന്നതിന്റെ ആവേശം, അവൾ അജയ്യയായി അവൾക്ക് തന്നെ തോന്നി. അവളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഒരുമിച്ച് അമർത്തുന്നത് പോലെയുള്ള വികാരത്തിന് ഒരു ശാരീരിക ആങ്കർ സൃഷ്ടിക്കാൻ മാർക്ക് അവളോട് ആവശ്യപ്പെട്ടു. അടുത്ത തവണ അവൾ ഒരു ഞരമ്പ് തകരുന്നത് പോലെയുള്ള സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആത്മവിശ്വാസത്തിനായി ഈ ആങ്കർ ഉപയോഗിക്കാം. അവൾക്ക് ഈ പ്രക്രിയ ഇഷ്ടമായി തുടങ്ങി. അവളുടെ പ്രസന്റേഷൻ ദിവസം അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണ ദിനമായിരുന്നു. സ്റ്റേഡിയത്തിൽ അവൾ നിൽക്കുമ്പോൾ അവൾക്ക് സുപരിചിതമായ ഉത്കണ്ഠ അനുഭവപ്പെട്ടു. തന്റെ ഹൃദയമിടിപ്പ് കൂടുന്നു, കൈപ്പത്തി വിറയ്ക്കുന്നു. ആ ആന്തരിക ശബ്ദം അതിന്റെ പതിവ് മോണോലോഗ് ആരംഭിച്ചു. നിങ്ങളിതാ കുഴപ്പത്തിലാകാൻ പോകുന്നു. എന്നാൽ ഇത്തവണ സാറ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. തള്ളവിരലും ചൂണ്ടുവിരലും ഒരുമിച്ചമർത്തി. ആ ഫിനിഷിംഗ് ലൈൻ കടക്കുന്ന വികാരം അവൾ ഉൾക്കൊണ്ടു. ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ സംസാരിക്കാൻ തുടങ്ങി. അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളിൽ നിന്ന് അത്ഭുതകരമായ വാക്കുകൾ ഒഴുകിയിറങ്ങി. പ്രേക്ഷകർ തന്നെ വിധിക്കുന്നതായി ചിത്രീകരിക്കുന്നതിനു പകരം കുട്ടിയായിരുന്നപ്പോൾ അവർ അവളെ ആശ്വസിപ്പിക്കുന്നതായി അവൾ സങ്കല്പിച്ചു. അവളുടെ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ മുറിയിലെങ്ങും കരഘോഷം മുഴങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സാറയ്ക്ക് സന്തോഷം മാത്രമല്ല, അഭിമാനവും തോന്നി. പ്രസന്റേഷന് ശേഷം NLPയുടെ ശക്തി മാന്ത്രിക വാക്കുകളിലോ തന്ത്രങ്ങളിലോ അല്ലെന്ന് സാറ മനസ്സിലാക്കി. അത് അവളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കലാണ്. അവൾ തന്റെ ഭയത്തെ മാറ്റിവെക്കുകയും ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്തു. സാറ തന്റെ ദൈനംദിന ജീവിതത്തിൽ NLP ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് തുടർന്നു. അവൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് പഠിക്കാനുള്ള അവസരങ്ങളായി അവയെ ഉപയോഗിച്ചു. സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങളിൽ പോസിറ്റീവ് വികാരങ്ങൾ നങ്കൂരമിടുകയും അവയെ ശാസ്ത്രീകരിക്കുന്ന ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. കാലക്രമേണ അവൾ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. തന്നിൽ മാത്രമല്ല, മറ്റുള്ളവർ തന്റെ ആത്മവിശ്വാസത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്നും. നീണ്ട വർഷങ്ങൾക്ക് ശേഷം സാറ സ്വയം ഒരു NLP പരിശീലകയായി മാറി. മറ്റുള്ളവരെ അവരുടെ ആന്തരിക സംഭാഷണങ്ങൾ തനിക്കുള്ളതുപോലെ മാറ്റാൻ അവൾ ഉത്സുകയായി. നമ്മൾ സ്വയം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്നുകിൽ നമ്മെ തടവിലാക്കുകയോ സ്വതന്ത്രരാക്കുകയോ ചെയ്യുമെന്ന് അവളുടെ ക്ലയന്റുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവൾ തന്റെ കഥ പങ്കിട്ടു. മാറ്റാനുള്ള ശക്തി അവൾ പഠിച്ചു. അവളുടെ ഉള്ളിൽ അത് എപ്പോഴും ഉണ്ടായിരുന്നു. ശരിയായ ഭാഷ സംസാരിക്കുക മാത്രമായിരുന്നു അത്. അതായിരുന്നു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. നന്ദി. വീണ്ടും കാണാം.